ഹായ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അച്ചമ്മയ്ക്ക് ഒരു ഓണക്കോടി എടുത്ത് കൊടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു 10 റുപ്പീസ് ചലഞ്ചാണ് വെച്ചത്. ഒരു 10 രൂപ എല്ലാവരും കൂടി അച്ചമ്മയുടെ ഫോളോവേഴ്സ് സ്നേഹിക്കുന്നവരെല്ലാവരും കൂടി ചേർന്ന് ഇട്ട് ഫോളോവേഴ്സിൻ്റെ വകയായിട്ട് അച്ചമ്മയ്ക്ക് ഒരു ഓണക്കോടി എടുത്ത് കൊടുക്കാമെന്നായിരുന്നു നമ്മുടെ ചലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ QR ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് വന്ന എമൗണ്ടാണിത്. അപ്പം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെ പേരും അവർ തന്ന തുകയും ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ 10 രൂപ തന്നവരുണ്ട്, 20 രൂപ തന്നവരുണ്ട്, 60 രൂപ തന്നവരുണ്ട്, 50 രൂപ തന്നവരുണ്ട്, 100 രൂപ തന്നവരുണ്ട്. അപ്പം നമ്മുടെ ഈ തന്ന പൈസയിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ പൈസയുടെ വലിപ്പച്ചെറുപ്പം വെച്ചിട്ട് നമ്മൾ ആരെയും അളക്കുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നത് 10 രൂപ ഇടാനായിരുന്നു. അപ്പം അതിൽ കൂടുതലിട്ടവരൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തം കിട്ടിയ ഒരു തുക 1452 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റേറ്റിൽ അച്ചമ്മയ്ക്ക് ഓണക്കോടി എടുക്കാം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേരൊക്കെ അച്ചമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ. അതുപോലെ തന്നെ ഇത്രയും ആൾക്കാർക്ക് അച്ചമ്മയ്ക്ക് ഈ ഒരു ചലഞ്ചിൽ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് ചലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് പൈസ ഇടാൻ പറ്റിയില്ല, കാരണം ലിമിറ്റ് കാണിക്കുന്നു, അയക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓണക്കോടി വാങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാ ഫോളോവേഴ്സിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മളല്ല നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് അച്ചമ്മയ്ക്ക് ഈ ഒരു ഓണപ്പുടവ സമ്മാനിക്കുന്നത്. അതിൽ പൈസ ഇടാൻ പറ്റാത്തവർ അതിൽ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ എവിടെ പോവാന്നറിയോ? ഞാൻ ഓണക്കോടി എടുക്കാൻ പോകും അച്ചമ്മയ്ക്ക്. അച്ചമ്മയുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ പൈസ ഇട്ടില്ല, അച്ചമ്മയുടെ ഫോളോവേഴ്സ് എല്ലാം കൂടെ പൈസ ഇട്ടിട്ടുണ്ട്. പൈസ ഇട്ടില്ലയോ? അപ്പോൾ അച്ചാമ്മയില്ലയോ പറഞ്ഞ് ആരെന്ത് തന്നാലും സ്വീകരിക്കുമെന്ന്. അപ്പോൾ ആ പൈസ ഒത്തിരി പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൈസയും കൂടി ഞാൻ അച്ചാമ്മയ്ക്ക് ഓണക്കോടി എടുക്കാൻ പോവുക. ഒരു ജോഡി എടുത്താൽ മതി. ഒരു ജോഡി എടുക്കുന്നുള്ളൂ, തോനെയൊന്നും എടുക്കാൻ ഇല്ല. നാണക്കേട് അല്ല, എന്തിനാ വെറുതെ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തിന്നാൻ മേടിച്ചോണ്ട് വരണം. ഓക്കെ കേട്ടോ? മേടിച്ചോണ്ട് വരാം. അല്ല ഉഴുന്നോടയോ ഏത്തക്കാപ്പോ. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ. സന്തോഷം. പറഞ്ഞ ഫോട്ടോ എടുക്കാം. എടുത്തിട്ട് കേട്ടോ മക്കളെ. ഉഴുന്ന മക്കളെ അച്ചമ്മയ്ക്ക് ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. ചെരുപ്പൂടെ വാങ്ങിക്കാം. മറക്കുവോ? ഇല്ലില്ല, ചെരുപ്പ് വാങ്ങിക്കാം. അത് കണ്ടോ കാലിരിക്കുന്നുണ്ടോ? ഞാൻ ഇനിയെങ്കിലും പിച്ച മുറ്റത്തൊന്നും നടക്കണ്ടായി. ശരി, ചെരുപ്പും കൂടെ വാങ്ങിച്ചോണ്ട് വരാം. അപ്പോൾ ഓണക്കോടിയും ചെരുപ്പും തിന്നാനും വല്ലതും വേണോ? അത്രയും മതി. ഓക്കെ, അത്രയും മതിയടാ കണ്ണ. അടുത്ത വർഷം തിന്നെങ്കിൽ തിന്ന്, കണ്ടെങ്കിൽ കണ്ടു, കൊടുത്തെങ്കിൽ കൊടുത്ത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അത്രയ്ക്കുള്ള അവസ്ഥയായിരുന്നു എൻ്റെ. പറഞ്ഞ് മനസ്സിലായ ഇത് നിന്റെ പ്രയത്നം, അതേ ഞാൻ പറയത്തുള്ളൂ. ഇതല്ല നിന്റെ പ്രയത്നം. ആശുപത്രി കടന്നില്ലേ ഒന്നും കഴിക്കാതെ മക്കളെ, അതാണ് നിന്റെ പ്രയത്നം, നിന്റെ മനസ്സ്. എനിക്കിപ്പോ ഇങ്ങനെയാണ്. പോയിട്ട് വരട്ടെ, ഞാൻ പോവാ. ചേച്ചിയുടെ കൂടെ പോവാ. ഇങ്ങനെ ഞാൻ ആയതും ഈ രീതിയിൽ തന്നെ ആക്കിയതും നിന്റെ ഒറ്റ വ്യക്തിയുടെ പ്രയത്നം. അതൊന്ന് എനിക്കറിയാം. നാട്ടുകാരെ അറിയിക്കുകയല്ലോ, എനിക്കറിയാം. പക്ഷെ ഇപ്പൊ പൈസ തന്നത് ഞാനല്ല, ആൾക്കാർ അച്ചമ്മ സ്നേഹിക്കുന്ന കുറെ അച്ചമ്മയുടെ കുറെ മക്കളാണ് തന്നേക്കുന്നത്. അത് മനസ്സിലായി. ഞാൻ പോവാട്ടാ. പോയിട്ട് വരാം. ഒന്നാമത് ചെരുപ്പ്, രണ്ടാമത് തിന്നാൻ മല്ലോ. അത്രേ ഉള്ള അച്ചമ്മയ്ക്ക് ആഗ്രഹം. അപ്പൊ ഓക്കെ, ഇതാ അച്ചമ്മയുടെ ഫോളോവേഴ്സ് എല്ലാം കൂടെ ചേർന്ന് അച്ചാമ്മയ്ക്ക് വാങ്ങിച്ചു തന്ന ഓണക്കോടിയാ ഇത്. എല്ലാവരും കൂടെ പൈസ ഞാൻ പറഞ്ഞില്ലേ 10 രൂപ വെച്ച് ഇട്ടെന്ന്. അങ്ങനെ ഒരുപാട് പേര് പൈസ ഇട്ട്. ആ പൈസ എല്ലാം കൂടെ ചേർത്ത് ഞാൻ പോയി വാങ്ങിച്ച ഡ്രസ്സ് അത് അച്ചാമ്മയ്ക്ക്. അവരുടെ വകയായിട്ട് അച്ചാമ്മയ്ക്ക് ഓണക്കോടി. ബില്ലിടാ ആദ്യമേ. തുണി എടുത്ത് നോക്കച്ചാമ്മ ആദ്യമേ. നില്ല് മോളെ, വെയിറ്റ് മോളെ. എനിക്ക് നിങ്ങളുടെ കൂട്ടുള്ള തെറി ആയിട്ട് എടുക്കാൻ പോകും. ഓഹോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കാണിച്ചേ. ബ്ലൗസിന്റെ തുണി എന്ത്? ബ്ലൗസിലെ തുണിയുണ്ട്. ഇല്ല, ഇതിനകത്തില്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആണോ? അത് ശരി.
ഏത് കളർ അച്ചാമ്മയ്ക്ക് വേണ്ട ഇതിന്റെ കൂടെ അത് ബ്ലൗസ്? നിന്റെ ഇഷ്ടം. എല്ലാം നിനക്ക് വിട്ട് തന്നിരിക്കുക. എല്ലാം നിനക്ക് വിട്ട് തന്നിരിക്കുക. മഞ്ഞ കളർ എന്ന് പറയാൻ. മഞ്ഞയല്ലേ ഇഷ്ടം? എന്നാ മഞ്ഞ. നോക്കിയേ. എൻ്റെ കൊച്ചുമോടെ ഇഷ്ടമല്ലയോ? ആണോ? അല്ല, അവള് പറഞ്ഞ ഇതെല്ലാവരുടെ എടുത്തു തന്നതാട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് പൈസ അയക്കുമെന്ന്. ഞാൻ കൂടി ഒരു 50 പേരൊക്കെ ഞാൻ ഉദ്ദേശിച്ചോളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ തോനെ പൈസ. ഇതിപ്പം ഞാൻ എടുത്തത് എൻ്റെ വിലയൊന്ന് കാണിക്കട്ടെ. ഞാൻ തുപ്പാശ്ശേരി പോയി എടുത്തതാണേ. 1250 രൂപയുടെ ഒരു സെറ്റ് മുണ്ടും എടുത്തേക്കുന്നത്. 1250 രൂപ. ഇതിലേക്ക് വേണോ ലഡു? അങ്ങനെ ഉണ്ട് ലഡു. വായിലോട്ട് ഇട്ടല്ലോ. ചമേ, ഇത്രയും വില കൂടിയ സെറ്റ് മുണ്ട് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടോ? ഇത്രയും വിലയുടെ ഇല്ല. ഇല്ല. ഞാൻ പറഞ്ഞു. അവർക്കെല്ലാം നന്ദി നമസ്കാരം പറയണ്ടായോ? പിന്നെ പറയണ്ടായോ? ഓണാശംസകൾ പറഞ്ഞാൽ മതി, നന്ദി നമസ്കാരം പറയണ്ട. ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്ന എല്ലാ മക്കൾക്കും കൂടെ ഒരുമിച്ചൊരു എല്ലാവർക്കും കൂടി ഒരു ഓണാശംസകൾ പറഞ്ഞാൽ മതി. പറയട്ടെ? പറഞ്ഞോ മക്കളെ. ഈ ലിസ്റ്റ് അല്ല ചാമേ, ഈ ഓണക്കോടി. ഈ ഓണക്കോടി വാങ്ങിത്തന്ന എല്ലാ മക്കൾക്കും കൂടി അച്ചമ്മയുടെ വക, ഈ അമ്മയുടെ വകയായിട്ട് ഓണാശംസകൾ. ഓരോ ഓണാശംസകൾ. മതി. അത്രയും എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ആ ഡയലോഗ് കൂടെ ലാസ്റ്റ് ചേർക്കുന്ന എന്തിനാ? എപ്പോഴും ആരോട് എല്ലാവർക്കും നന്ദി പറഞ്ഞു അത്രേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ആ ഡയലോഗ് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഒത്തിരി എണ്ണത്തിനകത്തായി. ഇനി പറയുമോ അത്? ഇല്ല. ഇതെപ്പോഴാ ഉടുക്കുന്ന ഈ സെറ്റ്? നമുക്ക് ഓണത്തിന് ഉടുക്കാം. ഓണത്തിന് ഉടുക്കാൻ? അതിന് മുമ്പ് ഉടുക്കാം നമുക്ക്. നാളെ ഉടുത്താലോ? നിങ്ങളെപ്പോ പറയുന്ന അപ്പോഴും ഉടുക്കാം. നാളെ ഉടുക്കാം കേട്ടാ. നാളെ ഉടുത്തൊന്ന് കാണിക്കാം അവരെ. ഇയാളുടെ സൗകര്യം കൂടെ നോക്കണ്ടായോ? ഏടെ സൗകര്യത്തിന്റെ കാര്യമോ പറഞ്ഞു? എനിക്ക് എപ്പോഴും സൗകര്യമുണ്ട്. ഇനി കുഴപ്പമില്ല, തിരക്കൊക്കെ ഒഴിഞ്ഞ്. നാളെ ഉടുക്കാം നമുക്ക് കേട്ടോ. അയ്യോ അല്ല, ബ്ലൗസ് തയ്ക്കണമല്ലോ. തയ്ക്കും. ബ്ലൗസ് കൂടെ തയ്ച്ചിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇടാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ പറ. ടാറ്റ. ടാറ്റ.